സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. തൃശ്ശൂരിൽ ഇന്ന് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടു. വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി, മരങ്ങൾ ഒടിഞ്ഞു വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. വിവിധ ഇടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. നദികളിൽ മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരദേശങ്ങളിലും നദിക്കരയിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കൂടുതൽ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 11 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഡീറ്റെയിൽ ആയി നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. മദ്രസകൾക്കും ട്യൂഷൻ ക്ലാസുകൾക്കും സ്പെഷ്യൽ ക്ലാസുകൾക്കും എല്ലാം അവധി ബാധകമാണെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂർ, വയനാട് ജില്ലകളിലും മദ്രസകൾ, ട്യൂഷൻ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ 3 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. മറ്റുള്ള 11 ജില്ലകളിലും നാളെ അതിതീവ്ര മഴയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴ പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂറിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യത. 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനം പാടില്ലെന്ന പ്രത്യേക അറിയിപ്പും നൽകിയിരിക്കുന്നു.